അടുത്ത മാർക്ക് പോൾ ഉണ്ട്, അടുത്ത പോളിംഗ് ദിവസം മാർക്ക് പോൾ ഉണ്ട്. ആ മാർക്ക് പോൾ 50 വോട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണ് അല്ലേ? ബെല്ലിന്റെ കമ്പനി. അതെ അതെ. ഇല്ല, ഇതിൽ ടെക്നിക്കലായിട്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ കയ്യിൽ റിപ്പോർട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കാം. ഇത് ടെക്നിക്കലായിട്ട്, അതായത് ഇപ്പോൾ ഈ ഒരു സാധനം ഉണ്ട്, ഇത് ടേബിളിലേക്ക് പോകുന്നു. അപ്പോൾ പോകുന്നതിന് മുൻപ് തന്നെ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടല്ലേ ചെയ്തിട്ട് അങ്ങോട്ട് പോകേണ്ടത്, സാധനം പോകേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് ചെയ്തിട്ടില്ല, ഓക്കെ, പ്രിന്റിങ് കമാൻഡ് കൊടുത്തു, ഫുൾ പ്രിന്റ് വന്നിട്ടില്ല, പ്രിന്റ് വരുന്നത് മുൻപ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്താവും, അവിടെ പോയി ആൺ ചെയ്യുമ്പോൾ പ്രിന്റ് വരും. ഇന്നലെ വൈകിട്ടാണ് പരാതി നമുക്ക് കിട്ടിയത്. വൈകിട്ടാണ് 2 ഏജന്റാണ് പരാതി കൊടുത്തത്. ഇല്ല, 2 ഏജന്റുമാരാണ് പരാതി കൊടുത്തത്. നമുക്ക് കയ്യിൽ പരാതി 2 ഏജന്റുമാരെ നമുക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇല്ല അങ്ങനെയല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഒരു പ്രോസസ് നമ്മൾ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഇതുണ്ട്, ഞാൻ ഇപ്പൊ അവിടെ പ്രിന്റിങ് കമാൻഡ് കൊടുക്കും. അതെ, ഇപ്പൊ ഞാൻ പ്രിന്റ് കമാൻഡ് കൊടുക്കുമ്പോൾ അവിടെ സപ്പോസ് ക്യൂലുണ്ടാവും, ആ മെഷീൻസ് ഓഫ് ആയിട്ട് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അത് ക്യൂലുണ്ടാവും. പിന്നെ അത് നമ്മൾ അടുത്ത് ഓൺ ആക്കുമ്പോൾ എന്താവും, ഓഫാക്കി. അതായത് ഇപ്പൊ ഇതിൽ പ്രിന്റ് വരണുണ്ടല്ലോ, അതെ, ഇപ്പൊ പ്രിന്റ് വന്നു, ഓക്കെ, പ്രിന്റ് വന്ന ശേഷം അത് ഓഫാക്കി, സ്വിച്ച് ഓഫ് ആക്കി ഏതോ ആക്കിയിട്ടുണ്ട്. പിന്നീട് സ്വിച്ച് ഓൺ ആകുമ്പോൾ എന്താവും, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തിരിച്ച് പ്രിന്റ് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഒരു കംപ്ലീറ്റ് പൂർത്തിയായ ശേഷം നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ അതിൽ ഒരു അവിടെ ഒരു ടെക്നിക്കലായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, അതാണ് നമ്മൾ പറയുന്നത്. അതെ, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം ഫസ്റ്റ് സെഷനിലാണ് ഇതൊക്കെ അവർക്ക് ഒരു പരിചയക്കുറവുണ്ടാവാൻ നമുക്കറിയില്ല. അവിടെ CCTV പരിശോധിച്ചാലേ അറിയാം അവിടെ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 4 മെഷീനിൽ ഇത് 4 മെഷീനിൽ സംഭവിച്ചിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. 4 മെഷീൻ അങ്ങനെയാണ് കംപ്ലൈന്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു മെഷീൻ എടുത്തിട്ടാണ് അവർ ഫുൾ 1000 വോട്ട് ചെയ്തത്. അതേ മെഷീനാണ് എൻ്റെ കയ്യിൽ നമ്പർ ഉൾപ്പെടെ ഉണ്ട്. 1000 വോട്ട് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ 1000 വോട്ട് ടാലി ആവോ? ഇല്ല, അവർക്ക് പരാതി ഉൾപ്പെട്ട ഇതെല്ലാം അവരല്ലേ പിക്ക് ചെയ്യുന്നത്. ഏതാ there is no problem. അത് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല, ഇതിൽ ഒരു പ്രോബ്ലം ഇല്ല. എന്ത് പ്രോബ്ലമാണ് ഇവിടെ ഉള്ളത്? ഒരു പ്രോബ്ലം ഇല്ല. അതായത് ഞാൻ പറഞ്ഞല്ലേ, ഒരു പ്രവൃത്തി ഈ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഇത് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അതിൽ ഓഫാക്കി എന്തെങ്കിലും അങ്ങോട്ട് കോഴിപ്പുണ്ടെങ്കിൽ അവിടെ ആൺ ചെയ്യുമ്പോൾ പ്രിന്റ് വന്ന് കാണും. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ കമന്റ് കൊടുത്തു, ഇപ്പൊ അതിൽ പ്രിന്റ് പറയുക. ഓക്കെ, സെയിം. അപ്പോൾ ഇപ്പൊ ഇതില് ഒരു ആശങ്കയും വേണ്ട. ഓക്കെ, ഇതില് സപ്പോസ് ഇപ്പൊ നിങ്ങൾ കൺവിൻസിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം, നമ്മൾ ഇത് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണും. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. So yeah, yesterday itself it was resolved and the political parties convinced, and they have signed the paper, the certificate is given. I have because today Election Commission told the Supreme Court that there was no such issue here. There was a glitch and it was rectified. That's what you are saying, right? See, that is what I'm saying. Whatever complaint they are saying, they were convinced, okay, and they have signed the papers. Okay, they have signed the paper. So ഒരു ആശങ്കയും വേണ്ട. No need of making any I mean ഇത് നമ്മുടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഓക്കെ, ഇത്രയും പ്രാവശ്യം നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. Okay. Election